ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അതുപോലെയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്ന് പതിവ് പോലെ രാവിലെ എണീറ്റു. എന്താ പറയുക, നല്ല ഉഷാറോട് കൂടിയിട്ടാണ് എല്ലാവരും എണീറ്റത്. അപ്പോൾ ഇന്ന് ഡിവൈൻ ഡോണും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഡിവൈനും ഡോണിനും പർച്ചേസിങ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എന്തൊക്കെയോ ഡോക്ടറെ അടുത്ത് പോലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരൊന്നിച്ച് പുറത്ത് പോയി. അപ്പോൾ അതേ ചാക്കോച്ചനും ഞാനും രോച്ചും ഡാഡിയും കൂടിയിട്ടാണ് ഇവിടെ കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്ത് തീർക്കാനായിട്ട്. കാരണം സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഡാഡി അന്ന് റിലയൻസിൽ പോയെങ്കിലും സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പണി ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേ കുട്ടികളെയും കൊണ്ട് അവർ ഡോണും ഡിവൈനും പോയി. അപ്പം എനിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് പറയുമ്പോൾ തപ്പണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ മുമ്പ്, അതായത് തൊട്ട് മുമ്പ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ നമുക്ക് സംസാരം വരില്ല. നമ്മുടെ മൈൻഡ് വേറൊരു തലത്തിലേക്ക് പോവും. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ വിട്ട് പോണത്. വേറെ ഒന്നുമല്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരോട് നല്ല രീതിയിൽ ചോദിക്കും. അത് കഴിഞ്ഞ് അവർ പറയുന്ന അവധിക്ക് കാത്തു നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറേ വിളിക്കുമ്പോൾ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളോടുള്ള വാശി തീർക്കലാണ് പിന്നെ അവർ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു സംഭവം ഞാൻ നമ്മുടെ ഇവിടെയല്ല, ഒരു കാര്യം കേട്ടിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇവരുടെയൊക്കെ മനസ്സ് എന്താണ് എന്നുള്ളത്. അതായത് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാണ്ട് അവർക്കെതിരെ അവർക്ക് ഏറ്റവും വിഷമമുള്ള കാര്യങ്ങൾ നിന്ന് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു മനസ്സാലേ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചത് കൊണ്ട് ഞാനിപ്പോൾ അതിവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വീണ്ടും സംസാരം തെറ്റി പോകട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ദേ സമയം 10 അപ്പോൾ ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവും പഴമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഉപ്പുമാവും പഴവും അരിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പതുക്കെ കഴിക്കുക ചെയ്തത്. കാരണം ഇന്ന് കണ്ടമാനം സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഓർണമെൻറ്റ്സ് മറ്റേ എൻ്റെ ചാനൽ കാണാനായിട്ട് ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി, ഓർണമെൻറ്റ്സാണ് ഇപ്പോൾ ആൻറ്റി മെയിനായിട്ട് കാണിക്കണത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് 2 ചാനൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല മക്കളെ. ഡ്രീം കളക്ഷൻസും ഇതും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ ഉറക്കം ശരിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാണ്ട് പറ്റില്ലല്ലോ. കാരണം നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഡ്രൈവറുടെ കൂടെ പോണത് സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പിന്നെ അത് കംപ്ലീറ്റ് ഓൺലൈൻ ബിസിനസ് ആക്കിയത്. എന്നാലും ഡാഡി അത്യാവശ്യം പുറത്തൊക്കെ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് തന്നെയായാലും അതാണ് മെയിനായിട്ട് വേണ്ടത് ബിസിനസ്സാണ്. രണ്ടാമത്തെ ഒരു സ്ഥാനമാണ് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. എന്നാലും ഞാൻ മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഓർണമെൻറ്റ്സ് ആയാൽ പോലും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ അറിയാം, വ്യൂസൊക്കെ വളരെ കുറവാണ്. പക്ഷേ എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. കാരണം ഇന്ന് വരെ ഞാൻ ആരോടും സബ്സ്ക്രൈബ് ലൈക്ക് പ്ലേ ബട്ടൺ അമർത്തുന്നൊന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന്. പക്ഷേ എനിക്കതിലും പരാതിയില്ല. കാരണം ഓർണമെൻറ്റ്സ് കാണാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ വന്നപ്പോൾ ഞങ്ങൾ നമ്മുടെ ഹൈ ചെയറും നമ്മുടെ മോൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് പുറത്തിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടന്നാൽ ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ച ഞാനും തോമും അപ്പാപ്പനും ഡോണും കൂടിയിട്ട് പോയത് റിലയൻസിൽ പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ നേരെ നമ്മൾ അക്കിയുടെ വീട്ടിലേക്ക് പോവുക ചെയ്തത് അന്ന്. അപ്പോൾ ഞാൻ ഒന്നും അധികം ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ മാർക്കറ്റിലത്തെ സാധനങ്ങൾ ഒതുക്കി വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഒരേ കണ്ടെയ്നറിലാക്കി വെക്കുക ചെയ്തത്. അപ്പോൾ ഓരോന്ന് എടുക്കാൻ നോക്കുമ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്ത കാരണം ഞാൻ അങ്ങനെ ഇട്ട് പോയപ്പോൾ എനിക്കൊരു സ്വസ്ഥതയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഒതുക്കി അതാത് പാത്രങ്ങളിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് കബേർഡ് നിങ്ങൾ കണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കബേർഡ് അതിലൊക്കെ നമ്മളുടെ പുട്ട് ഇഡലി അങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഈ ബോക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ
ഇതെപ്പോഴോ നമുക്ക് സദ്യ വാങ്ങിയപ്പോൾ അതിൽ അച്ചാർ ഇങ്ങനെയാണ് വന്നത്, തോളൂർ അച്ചാർ. പിന്നെ മറ്റേ സോസുകൾ, ചില്ലി സോസ്, അത് ഈ പിസയും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ വരുന്നതാണ്. ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ വരുന്നത്, അങ്ങനെ വരുന്നത്. അതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ മറ്റേ ഇവിടേക്ക് പോകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങാനും കൊണ്ടുപോകുമ്പോൾ ഇതിൽ നിന്നൊരു പാക്കറ്റ് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ മാറ്റി വയ്ക്കും. നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബോട്ടിലുള്ളത് എടുക്കും, ഈ റീഫിൽ പാക്കറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കും, അങ്ങനെ ചെയ്യുക. ഇത് പിന്നെ ഇനോ ആണ്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം വിലയിനും ഉപയോഗിക്കണമെങ്കിൽ ആ നേരത്തെ ഓടണ്ടെന്ന് വെച്ചിട്ട് 2 സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥലം. കുറേ നാളുകളായിട്ട് ഇതാണ് അതിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അറിയാം, ആർക്കും ഓടി വന്നിട്ട് എടുക്കാനായിട്ട് ഇതിലാണെന്നുള്ളത് അറിയാം. അപ്പോൾ അടുത്തൊരു ബോക്സ് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിൽ കിട്ടിയതൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഒരു മറ്റേ കായത്തിൻ്റെ പൊടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഏകദേശം കഴിയാറായി എന്നാണ്. ഇപ്പോൾ കുട്ടികളല്ലേ അടുക്കളയിൽ നിൽക്കണേ. അപ്പോൾ എനിക്കതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഏതാ ഉള്ളത് എന്താ ഇല്ലാത്തതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലം അത് വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി കായം കുറച്ചും കൂടി ഉണ്ട്, കായത്തിൻ്റെ പൊടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് പൊട്ടിച്ചിടാം. അപ്പോൾ അച്ചാറിനും ഒക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന കേട്ടോ നമ്മളിവിടെ കായം. ഇപ്പോൾ വല്ല ബജി ഉണ്ടാക്കാനൊക്കെ കായം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്തൊരു ചെപ്പെടുത്തു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറുകൾ കണ്ടാൽ എനിക്കിപ്പോഴും ഓർമ്മ വരിക, റോസിൻ്റെയൊക്കെ ഡാഡി ഉണ്ടല്ലോ, ജോർജേട്ടൻ്റെ ചേട്ടനുണ്ട്, ജോയങ്ങളും മത്സാൻ്റെയും വലിയേട്ടനും കുഞ്ഞേട്ടനും സിജോ ചേട്ടനും. ഇവർ ഡിംപിളിൻ്റെ 1 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതാണ് ഈ കണ്ടെയ്നർ സെറ്റ്. അതായത് 3 സെറ്റ്. ഈ അടുത്ത് വരെ അതിൻ്റെ ഉള്ളിൽ ആ വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു, ഫ്രം വലിയേട്ടൻ കുഞ്ഞേട്ടൻ സിജോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അവർ കോതാന്നാണ് വിളിക്കുക ഡിംപിളിനെ. അപ്പോൾ കോതക്കി എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കാണാനില്ല. പെട്ടെന്ന് അറിയാണ്ട് ഇങ്ങനെ കൊട്ടിയപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ മറ്റേ വാങ്ങിയ സാധനങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ റിലയൻസിൽ നിന്ന് നമ്മൾക്ക് സാധനങ്ങൾ കിട്ടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വാങ്ങിക്കുമ്പോൾ മറ്റേ കവറും കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് അളന്ന് ഇട്ടതിന് ശേഷം അതെത്രയാണോ വെയിറ്റ് അതനുസരിച്ചാണ് അവിടെ കാശ്. ഇപ്പോൾ ഞാൻ മുതിര മാത്രമേ ഇത്ര അധികം വാങ്ങിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കുറേശ്ശെ വാങ്ങിയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പീസ് ബ്രെഡും ചീസും, അത് വീറ്റ് ബ്രെഡാണ് കേട്ടോ. എന്നോടൊരു മോള് പറഞ്ഞു, ആൻറ്റി മറ്റേ സാധാരണ ബ്രെഡ് കഴിക്കരുത്, അത് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡാണ് മാക്സിമം കഴിക്കാൻ ശ്രദ്ധിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റേ ചെമ്പരത്തി പൂവിൻ്റെയാണ് എടുത്തത്. അപ്പോൾ അതേ നമ്മളുടെ കടല, ഞാൻ പറഞ്ഞില്ലേ കുറേശ്ശേ വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ, വളരെ കുറച്ച് കടല, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് മറ്റേ ഉഴുന്നും പരിപ്പല്ല, അതൊക്കെ കൂടുതൽ വേണ്ടതല്ലേ, മറ്റേ ചെറുപയർ പരിപ്പ്, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ. അപ്പം ഞാൻ ചായ വെട്ടി തിളപ്പിച്ച് അത് 2 ഗ്ലാസ്സിലാക്കി വെച്ചു. കാരണം ഡാഡി പുറത്ത് പോയേക്കാം. അപ്പോൾ ഡാഡി വരുമ്പോൾ ഒരു ഗ്ലാസ് ഡാഡിക്കും കൈയോടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് 2 കപ്പിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് ഒതുക്കി വന്നപ്പോഴാണ് ഇവിടെ ഒരു മാങ്ങ കണ്ടു. കാണുമ്പോൾ കളറ് വ്യത്യാസമുണ്ട്, പക്ഷേ പഴുത്തിട്ടൊന്നുമില്ല. ഇങ്ങനെ കറുപ്പ് കളർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണാവുമെന്ന്. അതുപോലെ നേന്ത്രപ്പഴം നല്ലോണം പഴുത്തു. പൂവമ്പഴം ഓക്കെയാണ്, എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ വലിയ പാത്രം എടുത്തു. വലിയ പാത്രത്തിലും അതെ ഞാൻ കൊണ്ടുവന്ന് നേരെ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും പൊട്ടിച്ചിടാമെന്ന്. അപ്പോൾ ഇത് ഞാൻ പതിവില്ലാണ്ടൊരു ഈസി മറ്റേ അപ്പം പൊടി വാങ്ങിയതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സാധാരണ എപ്പോഴും ഡിവൈൻ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ, അരച്ചിട്ട് ഉണ്ടാക്കാറ് പതിവ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ വാങ്ങി, എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്, എപ്പോഴെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഘട്ടത്തിൽ ചെയ്യാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ, അല്ലെങ്കിൽ ഇങ്ങനെ ടർക്കിയുടെ വെട്ടിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈർപ്പം നിൽക്കില്ല, ഒട്ടും ഈർപ്പം നിൽക്കില്ല. അപ്പോൾ ഞാൻ മുളക് പൊടി, അപ്പോൾ നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിക്കും, ആൻറ്റി മുളക് പൊടി വാങ്ങിക്കാണ്ട് പൊടിപ്പിക്കുകയല്ലേ നല്ലതെന്ന്. സംഭവം ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണെന്നാ മക്കളെ, നമ്മൾ അധിക ഭാഗം പച്ചമുളകാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു പകുതി കാശ്മീരി യൂസ് ചെയ്യും, പിന്നെ കുത്തിപ്പൊടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുളക് പൊടി വളരെ കുറവാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് തന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ പൂക്കും. അപ്പോൾ ഞാൻ കവറുകൾ തന്നെ 100ൻ്റെ കുഞ്ഞു പാക്കറ്റുകളാണ് വാങ്ങിക്കുക. അല്ലാണ്ട് കുറേ ഇട്ടിട്ട് ഞാനത് അങ്ങനെ ഉപയോഗിക്കില്ല. കുറച്ച് ദിവസം മല്ലിപ്പൊടി അങ്ങനെയല്ല,
മല്ലിപ്പൊടി ശരിക്കും ഒരു ടിന്നിലേക്കുള്ള മല്ലിപ്പൊടി വാങ്ങിക്കും. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയേക്കാളും മുളക് പൊടിയേക്കാളും കൂടുതൽ ഉപയോഗിക്കുക മല്ലിപ്പൊടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ പഞ്ചസാരയും പൊട്ടിച്ചിടണം. ഉപ്പ് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ടാവാം, തൽക്കാലം ഇപ്പം അത്രയും ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഈ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ നോക്കിയപ്പോൾ റവയുണ്ട്. പൊട്ടിച്ചിടാൻ നോക്കിയപ്പോൾ റവ ഓൾറെഡി ഇത്രയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അതവിടെ ഇരിക്കട്ടെ. കാരണം പഴയതിൻ്റെ കൂട്ടത്തിൽ പുതിയത് പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കിയപ്പോൾ മൈദയുണ്ട്, നമ്മുടെ അരിപ്പൊടിയുണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ അന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പ് പൊട്ടിച്ചിട്ടതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാതും കൂടിയിട്ട് ഒരു വലിയൊരു കണ്ടെയ്നറിലേക്ക് ആക്കി അങ്ങോട്ട് മൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ ഒതുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരെണ്ണത്തിലിടും, അത് കഴിഞ്ഞ് ഇത് പോരാന്ന് കാണുമ്പോൾ അടുത്തേക്ക് ഇടും. അതാണ് നമ്മൾ ഈ ഒതുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് വേറെയിലേക്ക് ഇട്ടു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും. അപ്പോൾ കുട്ടികളെന്നോട് പറയും മമ്മിക്ക് ഇത് എന്തിൻ്റെ കേടാ, വട്ടാണോ എന്ന് ചോദിക്കും. പക്ഷേ വട്ടല്ല, നമ്മൾ ഒതുക്കി വരുമ്പോൾ വലിയ പാത്രത്തിലുള്ള സാധനങ്ങൾ ഒരെണ്ണം ഉള്ളെങ്കിൽ അതെല്ലാം കൂടി ഒരു പാത്രത്തിലാക്കി മൂടി വയ്ക്കുക. അതൊക്കെയാണല്ലോ നമ്മൾ ഒതുക്കുക എന്ന് പറയുന്നത്. ഒതുക്കുക എന്നുദ്ദേശിക്കുന്നത് കൂടുതൽ എന്താ പറയുക, തിങ്ങിയിരിക്കാണ്ട് എന്നാൽ കൂടുതൽ സൗകര്യങ്ങളായിട്ട് വെക്കാനായിട്ട് ഒഴിവുള്ള സ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. സ്ഥലം ഉണ്ടാക്കുക, അതാണ് നമ്മൾ ഒതുക്കണ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ ഫുൾ സെറ്റായി. പക്ഷേ വീണ്ടും ഞാനത് എടുത്തൊന്ന് ഒതുക്കി വെച്ചു കേട്ടോ. കാരണം താഴത്തെ കണ്ടെയ്നർ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് 1-2 സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടിയിട്ട് ഈ വലിയ ഇതിലിട്ട് കഴിഞ്ഞാൽ അത്രയും കണ്ടെയ്നറുകൾ ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ അടുത്തത് തുറന്നപ്പോഴാണ് അതിലിതേ ഉഴുന്നും പരിപ്പ്, പിന്നെ എന്തുട്ടാണ് ഉഴുന്നും പരിപ്പല്ല, എപ്പോഴും തെറ്റുക ചെറുപയർ. അപ്പോൾ സാധാരണ മുമ്പൊക്കെ എപ്പോഴും ഞാൻ ചെറുപയർ മുളപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര മടിയാണ്. കാരണം എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും ചെയ്യേണ്ട വെച്ചിട്ട് ഞാനത് മടിച്ചിട്ട് ഇപ്പോൾ ചെറുപയറൊന്നും മുളപ്പിക്കാൻ നിൽക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിസ്മിയിലൊക്കെ പോകുമ്പോൾ ഞാൻ മുമ്പ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒക്കെ എന്തോ അതിനോടൊക്കെ ഒരു കുറേ കഴിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്, മടുപ്പായി തുടങ്ങി. അപ്പം പിന്നെ ഞാനതൊന്നും മെനക്കെടാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരേ ഭാഗം ആ 2 കബോർഡ് ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് ഇനി അടുത്തത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ എന്തോ എനിക്കത് കളയാനൊരു വിഷമം. കാരണം ഇപ്പോഴാണ് ഞാൻ ഈ ഫ്ലേവേർഡ് ടീ സ്ഥിരം കുടിച്ചു തുടങ്ങിയത്. ഇതെനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷം മുമ്പ് എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഒരു ഹസ്ബൻഡ്, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഒരു ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഡിമ്പിളിന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് അറബികൾ കുടിക്കുന്ന വെള്ളമാണ്, ഇത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചിട്ടാണ് അറബികളൊക്കെ സുന്ദരികളാവണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ ഒരു വർഷം ഇത് തന്ന 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആളൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ അതും കുറച്ച് ചെടികളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് എടുത്ത് കളയാനും പിന്നെ എന്താ പറയുക ചെടികളും ഇപ്പോഴും ഞാൻ ആ ചേട്ടനെ ഓർത്ത് ഞാൻ പേരൊന്നും പറയില്ല, കാരണം വെറുതെ എന്തിനാ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ കപ്പുകൾ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു 45 കൊല്ലം പഴക്കമുണ്ടാവും ഇപ്പോൾ ഈ ഇരിക്കുന്ന ടീ സെറ്റിന്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ റിഗിലായിരുന്നു, സൗദിയിൽ റിഗിലായിരുന്നു. അപ്പോൾ അന്ന് ഫസ്റ്റ് ലീവിന് ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ സൗദിയിലേക്ക് റിഗിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ടീ സെറ്റാണത്. ഫുൾ സെറ്റ്, ഒരു ട്രേ, കുറേ പ്ലേറ്റ്, ഫുൾ സെറ്റ്, ഡിന്നർ സെറ്റ്, ടീ സെറ്റല്ല ഡിന്നർ സെറ്റ്. അപ്പോൾ അതിലത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. എനിക്ക് എന്താ പറയുക, എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ട് 2-3 എണ്ണത്തിലൊക്കെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇത് എപ്പോഴും ഈ വീട് മാറി അന്ന് തൊട്ട് ആ കോർണറാണ് അതിൻ്റെ സ്ഥാനം. അപ്പോൾ എനിക്ക് എപ്പോഴും അത് തുറക്കുമ്പോൾ അപ്പച്ചനെയും നമ്മൾ പറയില്ലേ, എനിക്കെന്തോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് ഒരിത്തിരി കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം എനിക്ക് പഴയ സാധനങ്ങൾ, ചില സാധനങ്ങൾ എനിക്ക് കൺവെട്ടത്തൊന്നും മാറ്റാൻ ഇഷ്ടമില്ല. ആ കൂട്ടത്തിലൊന്നാണ് അത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളത് തുറക്കുക. അതിൻ്റെ തൊട്ട് മുമ്പാണ് മറ്റേ ഇൻഡക്ഷനിൽ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എപ്പോൾ അതെടുക്കുമ്പോഴും നേരെ എൻ്റെ കണ്ണ് അതുമ്മേലേക്ക് പോവും. അതിൻ്റെ മുകളിൽ തന്നെയാണ് ആ കുപ്പി ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആ ചേട്ടൻ അത്രയും ഇഷ്ടത്തിൽ തന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ വളരെ 2-3 ഉള്ളൂ, എന്നാലും ഞാൻ അതായിട്ട് അവിടെ അങ്ങനെ അപ്പച്ചൻ്റെയും ആ ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് അതിപ്പോഴും ആ കബേർഡിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് ഞാൻ മുകളിലത്തേൽ വെച്ച് ഫില്ല് ചെയ്തു. പിന്നെയുള്ളതൊക്കെ കുപ്പികളിലേക്ക് ആക്കി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ
കുടപ്പുളി ഉണ്ട്. പിന്നെ അടുത്തത് നമ്മളുടെ ഉരുളൻപുളി ഉപ്പിട്ട് വെച്ചത്. ഇതൊക്കെ നമ്മുടെ ഡിവൈൻ്റെ അമ്മ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ, ലീലാമ്മ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെയും ആരൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഡീ പ്രോട്ടീനാണ്. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഡാഡിക്ക് വീണ്ടും ഡീ പ്രോട്ടീൻ നമ്മൾ വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഡിക്ക് മറ്റേ സ്റ്റോൺ വരുന്ന കാരണം പ്രോട്ടീൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് അത് ഒഴിവാക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മന്ത്സിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിക്ക് എങ്ങനെ വെച്ചാൽ സ്ഥിരം 2 നേരം നമ്മളിത് കൊടുത്തിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെച്ചതാണ്. പിന്നെ ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു 6-7 മാസമായി കഴിച്ചിട്ട്. അപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുമ്പ് പൊട്ടണ കുപ്പിയായിരുന്നു, ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാണ് 3ഉം അതിൻ്റെ കുപ്പികളാണ്. പിന്നെ നമ്മൾ കണ്ടില്ലേ മറ്റേ പരിപ്പ്, പയർ, കടലയൊക്കെ ഒക്കെ ഡീ പ്രോട്ടീൻ്റെ കുപ്പികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്തിന് ഇത്ര വലിയ കുപ്പിയിൽ ഇത്തിരി കുറച്ച് കടലേക്ക് ഇടണേന്ന്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ കുപ്പികളായാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളത് നിറഞ്ഞിട്ട് ബാക്കി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പാത്രത്തിൽ അവിടെ വെക്കും, അത് പൂത്ത് പോവുകയും ചെയ്യും. ഇങ്ങനെയാകുമ്പോൾ എത്ര വന്നാലും 1 കിലോ വരെ കൊള്ളുന്ന കുപ്പികളാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരു കിഴി കെട്ടി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഉള്ളത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് സാധനം ഇടുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി വന്നിട്ട് കെട്ടി വെക്കേണ്ട ഒരു അവസ്ഥ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഈ വലിയ പാത്രങ്ങളിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ ഈ കള്ളി തുറക്കാം. കാരണം ഡാഡി എത്തിയിട്ടില്ല, കുട്ടികളാരും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെയുള്ള സമയത്താണ് ഒതുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഡീ പ്രോട്ടീൻ്റെ കുപ്പികളാണ് കേട്ടോ, വലിയ കുപ്പികൾ. അപ്പോൾ അതിങ്ങനെ വലിയ കുപ്പികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ കുപ്പി വാങ്ങിയത്. ഇപ്പോൾ 3ാമത്തെ കുപ്പി ചെറുതാണ് വാങ്ങിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പ്രോട്ടീൻ കൂടിയാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ മുട്ടയുടെ വെള്ളം മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേയൊക്കെ നോക്കുന്നത്. പിന്നെ ഡാഡിക്കും അത് പ്രോട്ടീൻ പൗഡർ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. എന്നിട്ട് അതിലും കാപ്പിപ്പൊടി ഇട്ടിട്ട് മതി എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അങ്ങനെ ഇഷ്ടമില്ലാണ്ട് പിന്നെ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ വേണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോ ചെപ്പുകൾ തുറന്നപ്പോൾ ആദ്യത്തെ ചെപ്പ് തന്നെ കിട്ടിയത് കുഴലപ്പാണ് കേട്ടോ. അപ്പോൾ കുഴലപ്പം ഡാഡി ഇന്നാൾ മറ്റേ ഇസ്രായേലിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ബോക്സിൽ കൊണ്ടില്ല. അപ്പോൾ കുഞ്ഞി കുഴലപ്പം വെച്ചിട്ട് ഇത് പുറത്ത് വയ്ക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം കണ്ടപ്പോൾ ഒരു കൊതി ഒരെണ്ണം എടുത്തിട്ട് വേഗം ഞാൻ എൻ്റെ ചായയിലേക്ക് ഇട്ടു കേട്ടോ. അത് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ തൃശ്ശൂർക്കാരൊക്കെ എങ്ങനെയാണ് കാപ്പിയിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ചായയിൽ ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ കഴിക്കുക ചെയ്യുക കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള കുഴലപ്പായിരുന്നു. ബേബി സൺലത്തെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വെച്ചു. അപ്പോൾ ഞാൻ അത് കാലിയാക്കി, അതെടുത്തിട്ട് കുഴലപ്പത്തിൻ്റെ ടിന്നിലാക്കി വെച്ചു. അപ്പോൾ ഇത് കണ്ടു നിങ്ങൾ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഇത് ശ്രദ്ധിക്കില്ല. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ എണ്ണമയം ആയിട്ട് അവിടെ ഒരു പൂപ്പായി ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ അടിയിൽ പേപ്പർ ഇടും. ഞാൻ പറഞ്ഞില്ല, ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി, അല്ലെങ്കിൽ ഇത് നല്ല പേപ്പറാണ്, നല്ല കട്ടിയുള്ള ഹാർഡ് ബോർഡ് പോലത്തെ പേപ്പറാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് അതിൻ്റെ അടിയിലിട്ടു. കാലിയാണ്, ഒക്കെ കാലിയാക്കി വെച്ചു ഞാൻ. ഒതുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 എണ്ണം കാലിയായി. അവസാനം ഞാൻ 3ാമത്തെ എടുത്തു. 3ാമത്തെ എടുത്തപ്പോഴാണ് അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര കാണാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റിലയൻസിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് എനിക്കറിയാം, പക്ഷേ എവിടെ വെച്ചു എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കുട്ടികളോട് പറയുകയും ചെയ്തു, നാളെ ഞാൻ എടുത്ത് തരേണ്ടത്, കാരണം എവിടെ ഇരിക്കണേന്ന് അറിയില്ല എന്ന്. അങ്ങനെ ഞാൻ ആ പഞ്ചസാര പുറത്തേക്ക് എടുത്തു, അത് വെട്ടിയിട്ടു. ശരിക്കും ഇത് വെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാഡി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പണി ഇവിടെ വെച്ച് നിന്നു എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഈ ഒരു ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ, കാരണം ഡാഡി പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇതാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡാഡിക്ക് ചായയൊക്കെ കൊടുത്തിരുത്തി. അങ്ങനെ പഞ്ചസാര നമ്മൾ പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഈ 2 പാക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2000 രൂപയാണാവോ 2500 രൂപയാണാവോ കേട്ടോ. ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 9 രൂപയാവുള്ളൂ. അപ്പോൾ അങ്ങനെ 2 കിലോ പഞ്ചസാര നമുക്ക് അങ്ങനെ കിട്ടിയതാണ്. 18 രൂപയ്ക്ക് 2 കിലോ പഞ്ചസാര കിട്ടിയതാണ്. അപ്പോൾ അതാണ് നമ്മൾ അധിക ഭാഗം റിലയൻസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ കിടാങ്ങളുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ 2 കിലോ പഞ്ചസാരയുടെ കാശാവും. അപ്പോൾ അങ്ങനെ അത് വാങ്ങി ഞാൻ പഞ്ചസാര 3 ബോട്ടിലാക്കി വെച്ചു. ഒന്ന് ഏറ്റവും വലിയതിൽ, ഒന്ന് പിന്നെ ഒരു ഇടത്തരം താഴ്ത്ത്, പിന്നെ ഒരു കുഞ്ഞിത് അടുപ്പിൻ്റെ അവിടെ. അങ്ങനെ 3 പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര പകർത്തി വയ്ക്കുക. കാരണം അത് എടുക്കാൻ എളുപ്പത്തിനൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ഒരു സംഭവം തുറന്നപ്പോൾ അതിൽ കോക്കനട്ട് ഓയിലാണ്. അതായത് നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ വളരെ കുറവാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്. എനിക്കങ്ങനെ
വെളിച്ചെണ്ണ പാടില്ലാത്തത് കൊണ്ട് വെളിച്ചെണ്ണ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പകരം മറ്റേ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ അധിക ഭാഗം യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കാച്ചണം. എൻ്റെ തുളസിയൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ എവിടെയും കാണാനില്ല, കിട്ടാനുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് 2 ദിവസത്തിനുള്ളിൽ എന്ത് തന്നെയായാലും എനിക്ക് കാച്ചണം. എനിക്ക് വേറെ ഒരു എണ്ണ ഇട്ടിട്ട് എനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരുടെയോ ഒരു എണ്ണ എടുത്ത് തലയിലിട്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല, ഭയങ്കര തലവേദന എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് തന്നെയായാലും ഒരു ഇത് പക്ഷേ ചെമ്പരത്തിപ്പൂ കിട്ടണ്ടേ, എന്നിട്ട് കാച്ചാന്ന് വിചാരിച്ചപ്പോൾ അത് 2 ഓയിൽ അവിടെ വെച്ചു, എണ്ണ കാച്ചാൻ വേണ്ടി വെച്ചേക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് എടുത്തപ്പോൾ ഇതേ നമ്മുടെ ഇതിൻ്റെ ചായയുടെ ഇലയാണത് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതായത് ഇപ്പോഴത്തെ കഴിയുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഇത് നല്ലതാണ്, മുനമ്പത്ത് വാങ്ങിയപ്പോൾ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചായ ഇലയാണത്. അപ്പോൾ അതിലേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു 2 എണ്ണം കൂടെ ഉള്ളൂ പാക്കറ്റ് ഇത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേഗത അവസാനിപ്പിക്കണം, കാരണം ഡാഡി അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇത് നോക്കിയപ്പോൾ ഇതിൽ ചിക്കൻ ബ്രോസ്റ്റ് മിക്സാണ്. അതായത് നമ്മുടെ KFC പോലെ റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്ന സംഭവം. അപ്പോൾ ഇത് കണ്ടില്ലേ, മാരിനേഷൻ ആൻഡ് എന്നിട്ട് ബ്രെഡിൽ മിക്സ് ചെയ്യുക, അതാണ് അതിൻ്റെ ഇത്. അപ്പം ഞാൻ വേഗം അതെടുത്ത് പുറത്ത് വെച്ചു, കാരണം കുട്ടികളിത് കാണാണ്ടാവുമ്പോൾ ഡിംപിളാഞ്ച പ്രത്യേകിച്ചും അവൾക്ക് അവളുടേതായ മസാല ചേർത്താലേ മൂപ്പർക്ക് ഇഷ്ടമുള്ളൂ. എന്നിട്ട് ആൾ തന്നെ ബ്രെഡ് ക്രംസ് വെക്കുക. ആൾക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ് പൗഡറുകളോട് വലിയ ഇഷ്ടമല്ല. പക്ഷേ വാങ്ങിയ നിലയ്ക്ക് ഉപയോഗിക്കാണ്ടും പറ്റില്ല. അപ്പം ഞാനത് കാണുന്നിടത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇത് അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈസ് പാലട മിക്സാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു പാലടയുടെ മിക്സ് എപ്പോഴും എനിക്ക് സ്റ്റോക്ക് ഉണ്ടാവും, കാരണം എപ്പോഴെങ്കിലും ഒരു പായസം ഉണ്ടാക്കി കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡിൻ്റെ മിനി പാക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, കാരണം എന്തെങ്കിലും നമുക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നേരത്ത് കിടന്ന് ഓടാൻ പറ്റില്ല. അപ്പോൾ ഈ പാലട മിക്സിൽ നമ്മൾ ഒന്നും ചേർക്കണ്ട കേട്ടോ, നേരെ പാലിലിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റാണ്, മധുരം ഇത്തിരി മുന്നിലാവും, അപ്പോൾ ഇത്തിരി പാല് കൂടുതൽ ഒഴിക്കണം എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരൊറ്റ കള്ളി മാത്രം ഒതുക്കുക. അപ്പോൾ ആദ്യത്തെ 4 ബോക്സ് കണ്ടു കാലിയായി, ബാക്കിയൊക്കെ നമുക്കറിയാം വെളിച്ചെണ്ണയാണ് ഓയിലാണ് ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൽ നിർത്താം. അപ്പോൾ 2 പാക്കറ്റ് ഗുഡ് ലൈഫ് എപ്പോഴും ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കും, കാരണം സാധാരണ പാൽ എപ്പോഴും വാങ്ങിക്കും. അത് കൂടാണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് ആ പാലില്ലാണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് ഗുഡ് ലൈഫ്, അതുപോലെ ഒഴിക്കാനും ഗുഡ് ലൈഫാണ് ഏറ്റവും ബെസ്റ്റ്. കണ്ടോ അപ്പോഴേക്കും സമയം നോക്കി എത്രയെന്ന് 7:30 കുട്ടികളൊക്കെ എണീറ്റു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പഴം നല്ലോണം പഴുത്തിരിക്കണമെന്ന്. അപ്പോൾ ആരും അങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു, ഇന്ന് ഗ്രൂപ്പിൽ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുലു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പഴംപൊരിയുടെ കാര്യം. അപ്പം ഞാനത് ഒന്നുമില്ല, നിങ്ങൾക്കും ചെയ്യാട്ടോ, ഒരൊറ്റ പഴം കൊണ്ട് ചെയ്തതാണ്. ഞാൻ പഴം നേരിയതാക്കിയിട്ട് നുറുക്കിയിട്ട് മൈദയും അരിപ്പൊടിയും പഞ്ചസാരയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഈ കഷ്ണങ്ങൾ അതിൽ മിക്സ് ചെയ്തു. ഞാൻ ഫോർക്ക് മിക്സ് ചെയ്തിട്ട് അത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് എടുത്തിട്ടു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ ശരിക്കും സൈസ് വന്നിട്ട് നേരെ ചീനച്ചട്ടിയിലേക്ക് എടുത്തിട്ടു. കാരണം മൊരിയാനായിട്ട് എളുപ്പം അതാണല്ലോ എന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ വലിയ നേന്ത്രപ്പഴമായിരുന്നു, ഒരു 10-12 കഷ്ണാക്കാൻ പറ്റി വട്ടനെ. അപ്പോൾ അത്രയും സാധനം കിട്ടി. ബാക്കിയുള്ളത് ഞാൻ ഡിമ്പിൾ പഴം തിന്നില്ലല്ലോ, അപ്പോൾ ഡിമ്പിളിന് ഞാൻ വെറുതെ കോരി വിത്തി. അപ്പോൾ കാണുമ്പോൾ ഉണ്ണിയപ്പം പോലെ ഇരിക്കും. അപ്പോൾ ഡാഡി കളിയാക്കിയിട്ട് പറഞ്ഞു പഴം ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു, പഴംപൊരി ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും സുലു കാണിച്ച് തന്നതിൻ്റെ വേറൊരു വെർഷനായിരുന്നു മാത്രം. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണികൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായപ്പോൾ എൻ്റെ ഈ പണികൾ അവിടെ നിന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അപ്പോൾ എൻ്റെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഫോട്ടോസ് എടുക്കാനും ഒതുക്കി വെക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് നമ്മളൊരു കുട്ടിക്ക് പോസ്റ്റ് വഴി അയച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ സമയത്തിന് കിട്ടിയില്ല. അപ്പോൾ നേരിട്ട് കൊടുത്തതിന് ശേഷം ഇത് പോസ്റ്റിൽ വന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടോ, കറണ്ട് ഇല്ലാണ്ട് കണ്ടോ. പക്ഷെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇൻവെർട്ടറുള്ള കാരണം കറണ്ട് പോണതൊന്നും അറിയുന്നില്ല. പക്ഷേ ഇന്ന് എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ എങ്ങാനും പാതിരയ്ക്ക് കറണ്ട് വന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് മാക്സിമം ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ഓച്ചും കുട്ടികളും അവിടെ ഇരുന്നു. ഡിവൈൻ ഇന്ന് കിച്ചണിലാണ്. കുത്തു പൊറോട്ട ഉണ്ടാക്കി, പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി, പരിപ്പ് കറി, മറ്റേ ദബ സ്റ്റൈലിലുള്ള പരിപ്പ് കറി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, ജീരകമൊക്കെ അരച്ചിട്ട്. ഇത് എനിക്ക് മാത്രം സ്പെഷ്യൽ മറ്റേ എന്തുപ്പേരിയാണ് എനിക്ക് വായിൽ കിട്ടണമെങ്കിൽ അമരക്കായ ഉപ്പേരി. അപ്പോൾ എനിക്കെപ്പോഴും ഒരു പാത്രം ഉപ്പേരി ഉണ്ടാവും കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പയറായിരുന്നു, ഇപ്പോൾ അമരക്കായാണ്. പച്ചക്കറി എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ
ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ എന്നോട് 2-3 രണ്ടെണ്ണം എന്തായാലും കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു ചപ്പാത്തി എടുക്കും, കുറേ വെജിറ്റബിൾസും അല്ലെങ്കിൽ സാലഡ്സ് ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കും. എൻ്റെ വയറ് ഞാൻ അങ്ങനെ നിറയ്ക്കുക. ഉച്ചയ്ക്കായാലും അങ്ങനെ തന്നെ ചെയ്യുക. സംഭവം ഇറച്ചി മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കുറേ പേര് എന്നോട് പറയും ആൻറ്റി അങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കഴിക്കരുത്. പക്ഷേ മക്കളെ ഞാൻ ഇത്രയേ ചെയ്യാറുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. എനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ ഒരു ഒറ്റ കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. എത്ര കറികളുണ്ടായാലും എനിക്ക് ഒരൊറ്റ കറി കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പിന്നെ കാണിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നതായിട്ട് കാണിക്കേണ്ട കാര്യമില്ല വെച്ചിട്ട് ഞാൻ എല്ലാതും ഓപ്പണായിട്ട് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കിടക്കാൻ പോണതിന് മുമ്പ് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പിൽ കുറേ നല്ല നല്ല വിശേഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവരോട് കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാശ് തരാനുള്ള ഒരു കൂട്ടരുടെ കഥ അറിഞ്ഞത്. അപ്പോൾ അത് ഡിവൈൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനും ഡിംപിളും ഡിവൈനും കുറേ നേരം ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവരോട് വളരെ എന്താ പറയുക, നമ്മൾ പറയില്ലേ പുച്ഛം തോന്നാന്ന് പറയില്ലേ, അതായത് കൊടുക്കാനുള്ള കാശ് കൊടുക്കൂല, അത് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാണ്ട് പിന്നെ ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഈ കാശ് ഇവർ കാണാൻ വേണ്ടിയിട്ട് എതിരാളികളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യായിരുന്നു. അങ്ങനെ അവരൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ പോയി. തോമും പച്ചും നേരത്തെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ നമ്മളുടെ അടുക്കള മുഴുവൻ ഡിംപിളാണ് ഇന്ന് ഒതുക്കി വെച്ചത്. അങ്ങനെ രണ്ടുപേരും എല്ലാവരും കൂടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ മാലകളും കാര്യങ്ങളൊക്കെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. കുറച്ചധികം പാക്കിങ് ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തോടെ ആ കറണ്ട് പോക്ക് ഉണ്ടായില്ലോ. അപ്പോൾ അതോട് കൂടിയിട്ട് എല്ലാം താളം തെറ്റിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, നാളെ പകൽ ഇഷ്ടംപോലെ ഉച്ച വരെ 2 മണി വരെ സമയമുണ്ടല്ലോ, അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളെ കുട്ടികളെ അനുഗ്രഹിക്കുക, വേറെ ഒന്നും പറയാനില്ല.